ചിറ്റൂർ പുഴ പദ്ധതി പ്രദേശത്തെ കർഷകരുടെ ജലദൗർലഭ്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ നിലവിലുള്ള പറമ്പിക്കുളം ആളിയാർ കരാർ ദീർഘകാലാടിസ്ഥാനത്തിൽ പുനർവിചിന്തനം നടത്തണമെന്ന് ആവശ്യമുയരുന്നു. തമിഴ്നാടും കേരളവും തമ്മിൽ 29/5/1970 മുതൽ 9/11/1958 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടി ഒപ്പുവെച്ച പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന നദീതട കരാർ ഇരു സംസ്ഥാനങ്ങൾക്കും പ്രയോജനം ഉണ്ടാകത്തക്ക രീതിയിലാണ് വിഭാവനം ചെയ്തത്. ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ, പെരിയാർ എന്നിവിടങ്ങളിലെ ജലം പങ്കുവയ്ക്കലും പദ്ധതി നിർമ്മാണവുമാണ് കരാറിലുള്ളത്. ഇരു സംസ്ഥാനങ്ങളുടെയും സമ്മതത്തോടുകൂടി ഓരോ 30 വർഷം കൂടുമ്പോഴും കരാർ പുനരവലോകനം ചെയ്യുന്നതിന് ഇതിൽ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് ആദ്യ പുനരവലോകനം 1988 നവംബർ 9 ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ കരാർ നാളിതുവരെ പുനരവലോകനം ചെയ്തിട്ടില്ല. നിലവിലെ കരാർ കേരളത്തിന് ദോഷകരവും തമിഴ്നാടിന് ഇഷ്ടം പോലെ ദുർവ്യാഖ്യാനിച്ചു വലിച്ചു നീട്ടി കൊണ്ടുപോകാവുന്നതുമാണ്. ഇരു സംസ്ഥാനത്തിനും ഗുണകരമാകുന്ന വിധത്തിൽ കരാർ വ്യവസ്ഥകൾ പുതുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഗവൺമെൻറ് വെള്ളം വിട്ടു തന്നു. മാർച്ച് മാസം ഞങ്ങൾക്ക് ഞാറ് പാകാനുള്ള വെള്ളം ഇറക്കി തന്നു. ഞാറ് പാകി, പാടങ്ങളിൽ വേണ്ട ഞാറ് പാകി. ഡെയിഞ്ച് വധിക്കുന്നവർ ഡെയിഞ്ച് വധിച്ചിട്ടുണ്ട്. വെള്ളം ഒരാഴ്ച വെള്ളം വന്നു, വെള്ളം നിർത്തി 10-15 ദിവസമായി വെള്ളമില്ല. ഞാറിപ്പോൾ മോട്ടോർ വെള്ളമുള്ളവരുടെ ഞാറ് ഉണങ്ങാതെ നിൽക്കുന്നുണ്ട്. മോട്ടോർ വെള്ളമില്ലാത്തവരുടെ ഞാറ് കരിഞ്ഞു പോയി ഉള്ളത്. പിന്നെ കനാല് കുന്നംകാട്ട് അത് കനാലാണ്. അതിൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇപ്പോൾ 1 മീറ്റർ വെള്ളം അതിൽ ഇറക്കിക്കഴിഞ്ഞാൽ ബണ്ട് പൊട്ടും മാതിരി അങ്ങനെ പൂർന്ന് കിടക്കുകയാണ് കനാല്. അത് റിപ്പയർ ചെയ്ത് ശരിയാക്കാതിരുന്ന നമ്മൾക്കിപ്പോൾ അവിടെ നിന്ന് മറ്റേ ഉദ്യോഗസ്ഥന്മാർ പറയും ഞങ്ങൾ 2 മീറ്ററോ 3 മീറ്ററോ വെള്ളം ഇറക്കിയിട്ടുണ്ട്, കനാൽ ഫുള്ളായിട്ട് വരുന്നുണ്ട് പറയും. ഞങ്ങളുടെ ഈ ഫസ്റ്റ് റീച്ച് എത്തുമ്പോൾ അത് 1 മീറ്ററായിട്ട് കുറയുന്നുണ്ട്. 1 മീറ്റർ അതിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവനും തൂർവയാണ്. അവിടെ മുകളിൽ ശരിക്കും വെള്ളം വരുന്നത്. പിന്നെ മുകളിൽ നിന്ന് വെള്ളമേ ഇല്ല. അവിടെ നിന്ന് കുടിവെള്ളം ഞങ്ങളുടെ ചെക്ക് ഡാമിൽ 6-7 പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളം മറ്റേ അവിടെ നിന്നാണ് പോകുന്നത്. അത് ഷട്ടർ താത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെയും ഞങ്ങൾക്കൊരു പുഴ മഴ പെയ്താലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ ഈ ചാലിൽ കൂടി വരുന്ന വെള്ളം ഞങ്ങളുടെ പാടങ്ങളിലേക്ക് വരും. ഇപ്പോൾ അതുമില്ല. എല്ലാം ഞങ്ങൾ ഒരു 4 കൊല്ലം മുന്നേ ഞങ്ങൾ മുഴുവനും ഈ സെക്ഷത്തിൽ മുഴുവൻ ആൾക്കാരിനെയും പഞ്ചായത്തിൻ്റെ കൃഷിയെ ഇറക്കേണ്ട പറഞ്ഞ് ഞങ്ങൾ ഒരു സീസണിൽ ഇറക്കി 1 കൊല്ലം ഞങ്ങൾ പഞ്ചായത്ത് ഇടാതെ വിട്ടു. ജലസേചന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും തമിഴ്നാടിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു. മഴവെള്ളം പോലും ആളിയാർ വെള്ളത്തിന്റെ കണക്കിൽപ്പെടുത്തി രേഖപ്പെടുത്തുന്ന ചില ജീവനക്കാർ കേരള സർക്കാരിന്റെ ശമ്പളം പറ്റുകയും തമിഴ്നാടിന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുവെന്നാണ് പരാതി. ഇവർക്കെതിരെയും സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ കുന്നംകാട് പദ്ധതിയിലെ കൃഷിക്കാരാണ്. ഞങ്ങൾക്ക് മഴയുമില്ല, കനാലിൽ വെള്ളവുമില്ല. 10-15 ദിവസമായി വെള്ളം വന്നിട്ട് ഞങ്ങൾ ഞാറ് പാകി, ഞാറൊക്കെ 20-25 ദിവസത്തിൽ കൂടുതൽ മൂപ്പുമായി. ഞങ്ങൾ എന്ത് ചെയ്യാനെന്നുള്ളത് അറിയാതെ ആകെ വല്ലാത്ത ഒരു ആശങ്കയിലാണ് നിൽക്കുന്നത്. 1-ാം പഞ്ച് ഒഴിവാക്കി 2-ാം പഞ്ച് മാത്രം ചെയ്തിട്ട് ഇതാക്കുക. മഴയില്ലാതിരുന്ന എങ്ങനെ ഇതാകുന്നുള്ളതില്ല. എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങളിരിക്കുന്നത്. ആകെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രോപ്പ് എല്ലാം ഔട്ടാവുമെന്നാണ് തോന്നുന്നത്. UTV ന്യൂസ്, പാലക്കാട്.